ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദിയുടെ ആ ഒരു സംസാര രീതികളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വക്കീലിൽ ഭയങ്കര സന്തോഷം തോന്നിക്കണം. അപ്പോൾ ഇനി ആദ്യം ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല മഹേഷ്, ആദ്യം കൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ, ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയാണ്. ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ മടങ്ങുമ്പോൾ അതാ നിൽക്കുന്നു ആകാശ്. അപ്പോൾ ആകാശിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പക്ഷേ ആകാശ് അവരെ വിടാനായിട്ട് കൂട്ടാക്കുന്നുമില്ല. അപ്പോൾ ആദ്യം പിടിച്ച് നിർത്തുകയാണ്. നിന്നോട് ആര് പറഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത്? നീ ആരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കണം. കേരടാ, പോയി വണ്ടി കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ഭീഷണിപ്പെടുത്തൽ. അപ്പോൾ ആകാശിൻ്റെ ആ ഒരു ഭീഷണിപ്പെടുത്തൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മഹേഷ് നേരെ ചെന്നിട്ട്, അതേ നിൻ്റെ ഭീഷണിയൊക്കെ നിൻ്റെ വീട്ടിൽ മതി, എൻ്റെ മോനോട് നിൻ്റെ ഭീഷണി വേണ്ടട്ടോ ആകാശേ, അത് നിനക്ക് ദോഷം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മഹേഷ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീയാണ് ഇവനെ കൂട്ടിക്കൊണ്ടുവന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നീ ഇവനെ കൈയടക്കി വെക്കാനുള്ള ഇതിലാണല്ലേ. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല മഹേഷേ. കോടതിയുടെ മുൻപാകെ ഇവന് രചനയ്ക്ക് ഉള്ളത് തന്നെയാണ് എന്ന രീതിയിൽ തന്നെ പറയാണ്. അതെന്തെങ്കിലും ആവട്ടേടാ, കോടതിയിൽ നമുക്ക് വേണ്ട പോലെ കാര്യങ്ങളെല്ലാം നീക്കാം. കോടതി തീരുമാനിക്കട്ടെ ഇവൻ ആരോടൊപ്പം പോകണം, ആരോടൊപ്പം നിൽക്കണം, ആരോടൊപ്പം ജീവിക്കണം എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ എന്നേ. അതിന് നമുക്കിനി വെയിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്ന രീതിയിൽ സംസാരിക്കാം. അപ്പോൾ അത് പിന്നെ മഹേഷേ, എനിക്ക് മഹേഷിനോടായിട്ട് മാത്രം ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞു വിടണം. കയറിപ്പോടാ, നീ എന്തിനാടാ പിന്നെ വായിൽ നോക്കിയിരിക്കുന്നത്, കയറിപ്പോടാ എന്നൊക്കെ ആകാശ് പറയുമ്പോൾ, ഡാഡി ഞാൻ ഏതായാലും പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹേഷ് ആണെങ്കിൽ, അതെ നിൻ്റെ മമ്മി പറഞ്ഞു വിട്ട ആളല്ലേ, അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടിപ്പിക്കാൻ നിൽക്കേണ്ട, മോൻ പോയി വണ്ടിയിലിരുന്നോ എന്നും പറഞ്ഞ് ആദ്യമേ പറഞ്ഞു വിട്ടതിന് ശേഷം നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് മഹേഷ് ചോദിക്കുകയാണ്. അത് എനിക്ക് വേറൊന്നുമല്ല, നീ ഇപ്പോൾ ആദ്യയെ കൈയടക്കി വെക്കാനായിട്ട് നോക്കുന്നുണ്ട്, കോടതിയിൽ മത്സരിച്ച് ആദ്യയെ സ്വന്തമാക്കാനുള്ള തന്ത്രപ്പാട്. പക്ഷേ അത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ആദ്യയെക്കുറിച്ച് നിനക്കറിയുന്നതിനേക്കാളും കൂടുതൽ എനിക്കറിയാവനെ. അവൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല. നമ്മൾ തമ്മിൽ കുറേ മത്സരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്നെ തോൽപ്പിക്കണം, തറ പറ്റിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ആദ്യയെക്കുറിച്ച് നീ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. ഇവൻ എൻ്റെ വീട്ടിൽ നല്ല സുഖിച്ചും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്ന നാളുകൾ. പക്ഷേ അവൻ്റെ മമ്മി അവനെ പുറത്തു കൊണ്ടുപോകുന്നില്ല, അത് മേടിച്ചു കൊടുക്കുന്നില്ല, ഇത് മേടിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ അവനിപ്പോൾ ആ വീട്ടിൽ നിന്ന് ചാടി നിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത്. അവൻ ആത്മാർത്ഥതയുള്ള ഒരു ചെറുക്കനായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിൻ്റെ കൂടെ വരില്ല, സ്വന്തം മമ്മിയോടൊപ്പം തന്നെ നിന്നാനായിരുന്നു. അവൻ കാലുവാരിയാണ്, കാല് മാറിയാണ്. അതുകൊണ്ട് അവനെ നിൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എടാ നീ പഠിപ്പിക്കുന്നത്, നീ എൻ്റെ മോനെക്കുറിച്ചാണ് നീ പഠിപ്പിക്കുന്നത്, വേണ്ട, അവനെക്കുറിച്ച് എനിക്കറിയാം, അവൻ എൻ്റെ മകനാണ്. നിൻ്റെ അടവൊക്കെ നിൻ്റെ മറ്റവളെടുത്ത് മതി, അത് എൻ്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട. മഹേഷേ, ഞാൻ പറയുന്നത് കാര്യം തന്നെയാണ്. അവൻ്റെ സ്വഭാവം യഥാർത്ഥത്തിൽ എന്താണെന്ന് കണ്ടെത്തിയതാണ് ഞാൻ. അവനെ ഏറ്റവും കൂടുതൽ സ്നേഹം അവൻ്റെ അനിയത്തിയോടാണ്, അല്ലാതെ നിന്നോട് പോലും അവന് സ്നേഹമേ ഇല്ല. ഇതൊക്കെ അവൻ കാണിക്കുന്ന പുറം പോളിഷ് മാത്രം. പിന്നെ ഇഷിതയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ ആ കുഞ്ഞുണ്ടാക്കി കഴിയുമ്പോൾ ഇവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഏറ്റവും വലിയൊരു ദോഷമായിട്ട് നിനക്ക് മാറും മഹേഷേ. കാരണം അവന് വേറൊരു കൂടപ്പറപ്പിനെ താല്പര്യമില്ല. അതുപോലെ തന്നെ ഇഷിത അവിടെ അവൻ്റെ എന്ത് പറഞ്ഞാലും അവൻ്റെ അമ്മയൊന്നുമല്ലല്ലോ, അവൻ്റെ അമ്മ രചന തന്നെയാണ്. അപ്പോൾ അവന് വേറൊരു കുട്ടിയെ കൂടപ്പറപ്പായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. ആ കുട്ടിക്കും അതൊരു ദോഷമായിട്ട് തീരും. നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ വീണ്ടും മഹേഷ് അങ്ങനെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കട്ടെ. ഈ ആദിയില്ലേ, ആദി യഥാർത്ഥത്തിൽ എന്താണെന്നറിയാവോ? അവൻ ക്രിമിനൽ മൈൻഡുള്ള ഒരു കുട്ടിയാണ്, ക്രിമിനൽ മൈൻഡ്. ഇത് കേട്ട മഹേഷിനെ ഓന്ന കാരണം നോക്കി അവനിട്ട് പൊട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതൊരു വക്കീൽ ഓഫീസാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ക്ഷമിച്ച് മഹേഷ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാം. അപ്പോൾ ആകാശ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആടാ എൻ്റെ വഴിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും വരും, അതിനുള്ള പണിയാടാ ഞാൻ ഒപ്പിച്ചു കൂട്ടുന്നത്. അങ്ങനെ ആദ്യം ഈ ആകാശം കൂടി വണ്ടി കയറി ഇങ്ങനെ പോവാം.
അപ്പോൾ ആകാശ് ഇങ്ങനെ ആദിയെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദി, നീ ഒരിക്കലും നിൻ്റെ മമ്മിയെ വിട്ടു പോകില്ലെന്ന് എനിക്കറിയാം. നീ അല്ലാതെ മമ്മിക്ക് വേറെ ആരാ ഉള്ളത്? എപ്പോഴും നിന്നെ ഓർത്ത് മാത്രമേ മമ്മി വേദനിക്കാറുള്ളൂ, സങ്കടപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ മകനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെയാണ് മമ്മി പറയുന്നത്. അപ്പം മോനെ, നിൻ്റെ ഡാഡി നിൻ്റെ മനസ്സ് മാറ്റാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ല, വക്കീല് നിങ്ങളെ കൊണ്ടുപോയത് ബ്രെയിൻ വാഷ് ചെയ്യാനല്ലേ? അങ്ങനെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്കിളെ. ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? കാര്യങ്ങൾ മനസ്സിലാക്കാത്ത വെറും പോഴനാണെന്ന് അങ്കിള് വിചാരിച്ചോ? അങ്കിളെ, വക്കീൽ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വക്കീലിനോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്കിളും എന്നെ കൂടുതൽ ഉപദേശിക്കാൻ നിൽക്കണ്ട മോനെ. ആദ്യം നിന്നെ ഞാൻ ഉപദേശിച്ചൊന്നുമല്ല, പക്ഷേ നീ ആ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നിനക്ക് ദുരന്തങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇഷിതയ്ക്ക് ഒരു കുഞ്ഞു ജനിക്കാനായിട്ട് പോവാണ്. അപ്പം എന്താ, നിന്നെയും ചിപ്പിമോളെയൊക്കെ എന്താ ചേർത്ത് പിടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതൊക്കെ അവരുടെ വെറും പുറംപോളിഷ് മാത്രമാണ്. ആദി, നീ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? നിന്റെ ഡാഡിക്കും വലിയ സ്നേഹമൊന്നും ഇല്ല നിന്നോട്. അങ്കിളെ, വേണ്ട അങ്കിളെ, എൻ്റെ ഡാഡിയെക്കുറിച്ച് അങ്കിള് പറയണ്ട. അങ്കിളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്കിളുടെ മനസ്സിൽ ഓരോരോ ലക്ഷ്യമുള്ള. എൻ്റെ ഡാഡി പെരുവഴിയിലാവണം, ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം, കുത്തുവാളൊടുപ്പിക്കണം. ഇതാണ് അങ്കിളുടെ മനസ്സിലിരിപ്പ്. പക്ഷേ അങ്കിൾ ഒരു കാര്യം ചിന്തിച്ചില്ല. അങ്കിള് വിചാരിക്കുന്ന പോലെ ഒരാളല്ല എൻ്റെ ഡാഡി. എൻ്റെ ഡാഡിയെ തോൽപ്പിക്കാനായിട്ട് ആരെക്കൊണ്ട് സാധിക്കത്തുമില്ല. പിന്നെ എന്നെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഡാഡിക്ക് പറയും. എൻ്റെ ഡാഡിയെ ഞാനും ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഡാഡിയുടെ അടുത്ത് അങ്കിളുടെ ഒരു അടവും നടക്കാനായിട്ട് പോകുന്നില്ല അങ്കിളെ. അങ്കിൾ ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ഡാഡിയുടെ മുന്നിൽ ചെന്നാലും അങ്കിളുടെ മനസ്സിലിരിപ്പോൾ എന്താണെന്നൊക്കെ എൻ്റെ ഡാഡിക്ക് അറിയാം. എടാ ആദി, നീ ഒരുപാട് നാൾ എൻ്റെ കൂടെ നിന്നതാ. നിന്റെ മമ്മിയെക്കുറിച്ച് നിനക്ക് അറിയാവുന്നതാണ്. എന്നിട്ട് നീ നിന്റെ മമ്മിയെ ഇട്ടിട്ട് പോവാണോടാ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോഴേക്കും അങ്കിള് വണ്ടി നിർത്താനാ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശ് വണ്ടി നിർത്തുക. അപ്പോൾ ആകാശ് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും അങ്കിൾ ഒരു കാര്യം കേട്ടോ, എനിക്ക് എൻ്റെ ഡാഡിയെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. പിന്നെ എൻ്റെ മമ്മിയുടെ കാര്യം ആലോചിച്ച ഭയങ്കര സഹതാപമാണ്. കാരണം എൻ്റെ മമ്മി ഒരു വിഡ്ഢിയാണ്, വിഡ്ഢി. കാരണം ഇത്രയും നല്ലൊരു ഭർത്താവിനെ വിട്ടിട്ട് ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു ചതിയൻ്റെ കൂടെയാണ് എൻ്റെ മമ്മി ഇറങ്ങിപ്പോയത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പുച്ഛം തോന്നുന്നു, സഹതാപം തോന്നുന്നു എന്നൊക്കെ പറയണേടാ. നീ കൂടുതൽ വേഷം കെട്ടെടുക്കല്ലേ മോനെ. ഞാൻ വേഷം കെട്ടുന്നെടുത്തല്ല ആൻറ്റി, അങ്കിളെ ഉള്ള കാര്യം അങ്കിളുടെ മുഖത്ത് നോക്കി പറഞ്ഞാണ്. അങ്കിളെ പോലൊരു ക്രിമിനൽ മൈൻഡ് കൂടെ വന്ന എൻ്റെ മമ്മിയാണ് ഏറ്റവും വലിയ വിഡി. അതുകൊണ്ട് മമ്മിയുടെ അടുത്ത് പോയി ഡയലോഗുകളെല്ലാം അങ്കിൾ ഇറക്കിക്കോ, മമ്മി വിശ്വസിച്ചോളും. പക്ഷേ ഈ ആദിയുടെ മുന്നിൽ അങ്കിള് ഡയലോഗ് ഇറക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട കഴിഞ്ഞപ്പോഴേക്കും ആകാശ് പേടിച്ചു പോയി. ആകാശാണല്ലോ, നിൽക്കടാ അവിടെ, നീ എങ്ങോട്ട് പോകുന്നടാ എന്ന് ചോദിച്ചപ്പോഴേ എനിക്കറിയാം വീട്ടിലേക്ക് പോകാനായിട്ട്. എനിക്കൊരു ഓർഡർ വിളിച്ച് വേണമെങ്കിലും പോകാനായിട്ട് അറിയാം. അങ്കിളുടെ സഹായം എനിക്ക് വേണ്ട. പിന്നെ മമ്മിയോടും ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. ബാക്കിയെല്ലാം ഇനി കോടതിയിൽ വെച്ച് കാണാം അങ്കിളെ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഈ ആകാശിൻ്റെ മനസ്സങ്ങോട്ടങ്ങോട്ട് ഇളകി മറിഞ്ഞ് പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയും ഇഷിതയാണ്. അപ്പോൾ ഇഷിതയോട് ചോദിക്കുകയാണ്, എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ? എന്നോട് അച്ഛനവരെ കാര്യങ്ങളും ചോദിക്കായിരുന്നു മഹേഷേ, വേറൊന്നുമല്ല, ആദിയുടെ കാര്യത്തെക്കുറിച്ച് അന്യടുത്ത് കേസ് നടക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ എന്തായിരിക്കും ആദിയുടെ ഒരു നിഗമനം എന്നാണ് എന്നോട് അച്ഛൻ ചോദിച്ചത്. അതിനിപ്പോൾ പറയാനൊന്നുമില്ല, ആദിയെ ബ്രില്യൻ്റാ, ഭയങ്കര ബുദ്ധിശാലിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് പിന്നെ മഞ്ജിമേച്ചി ഇപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പിടിക്കാനൊന്നും വരുന്നില്ല മഹേഷേ. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ മഞ്ജിമേച്ചിയെ ഇപ്പോൾ 24 മണിക്കൂർ ഫോണിൽ തന്നെയാണ്. എന്തോ ചുറ്റുകളി ഉണ്ടെന്ന് തോന്നുന്നു മഹേഷേ. എവിടെ, അതെനിക്ക് വെറും തോന്നിയതാ. കാരണം മഞ്ജിമേച്ചി ഈ വീടിൻ്റെ പുറത്തിറങ്ങൂല. പിന്നെ എങ്ങനെയാണ് മഞ്ജിമേച്ചിക്ക് ഒരു ചുറ്റുകളി ഉണ്ടാവുന്നത്? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലടോ. പിന്നെ താൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞാവ വരുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞാവയുടെ അടുത്ത് കുഞ്ഞാവയുടെ വലിയേട്ടനുണ്ടാകും. അത് തനിക്ക് ഞാൻ ഉറപ്പ് വന്ന കാര്യമാണല്ലോ. അപ്പം അതേപോലെ തന്നെ നടക്കുകയുള്ളൂ. മഹേഷേ എനിക്ക് ഒരാഗ്രഹം തോന്നുന്നു. അയ്യോ, എന്താഗ്രഹം? അത് പിന്നെ പുറത്തു പോകുന്ന ആഗ്രഹമാണെങ്കിൽ ദൈവത്തോർത്ത് പറയരുത്, പുറത്തേക്ക് പോകുന്ന പ്രശ്നേ ഇല്ല കേട്ടോ. അതല്ല മഹേഷേ, എനിക്കൊരു കാര്യം കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നുന്നു. എന്ത് കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നുന്നു? തട്ടുകടക്കാരെല്ലാം ഭയങ്കര സമരത്തിലായിരുന്നു. തട്ടുകട എത്ര നാളെ അടച്ചുപൂട്ടിട്ടിരിക്കുന്നതെന്നറിയാവോ? അല്ല,
ഇതെല്ലാം മഹേഷിന് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുന്നല്ലേ, അപ്പോൾ ഞാൻ കണ്ടതാണ്. അയ്യോ, അതിന് തട്ടുകടയിൽ പോയി കഴിക്കണ്ടല്ല, എനിക്ക് പായസം കുടിക്കാനാണ് ആഗ്രഹം. പായസോ? പായസം ഒരു ഹോട്ടലിലും കിട്ടൂലെന്നേ ഈ സമയത്ത്. അല്ലെ, ഹോട്ടലിൽ നിന്ന് പായസം ആർക്ക് വേണം? എനിക്ക് ഇവിടെ ഉണ്ടാക്കി കഴിച്ചാൽ മതി പായസം. അയ്യോടാ, അമ്മ നല്ല ഉറക്കത്തിലാ. അതെ, അമ്മ ഉറങ്ങിക്കഴിഞ്ഞാലേ പിന്നെ എടുത്തോണ്ട് പോയാൽ പോലും അമ്മ അറിയില്ല. അതുകൊണ്ട് നല്ല ഉറക്കത്തിലാണല്ലോ. അതിന് അമ്മയെ വിളിക്കാൻ ആര് പറഞ്ഞ്? എനിക്ക് പായസം മഹേഷ് ഉണ്ടാക്കി തന്നാൽ മതി. ഞാനോ? എന്താ ഈഷിത ഇത്? ഞാൻ പായസം ഉണ്ടാക്കാനോ? ഈ സമയത്ത് അടുക്കളയിൽ കയറിയോ? അത് മറ്റുള്ളവർ കണ്ട മോശമല്ലേ ഐഷിത? നമുക്കിപ്പോൾ പായസമൊന്നും വേണ്ട. ഉറക്കം പിടിക്കാനുള്ള സമയമായില്ലേ, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിയാലോ. മഹേഷിന് എനിക്ക് പായസം ഉണ്ടാക്കി തരാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അത് പിന്നെ വേണ്ട, ഉണ്ടാക്കി തരണ്ട. മഹേഷിന് എനിക്കൊന്നും ഉണ്ടാക്കി തരണ്ട. ഞാൻ മഹേഷിനോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. അയ്യോ, അങ്ങനെ പിണങ്ങല്ലേ ഭാര്യയെ. ഭാര്യ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു തരണ്ടേ? അതാണല്ലോ ഹീറോയിസം എന്നൊക്കെ പറയുമ്പോൾ, വേണ്ടെന്നേ, ഞാൻ മഹേഷിനോട് പായസം ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ലെന്നേ, എനിക്ക് വേണ്ട. അല്ല, ഞാൻ ഉണ്ടാക്കി തരും. ഇനിയിപ്പോൾ ആൾക്കാരെ കണ്ടാലും കുഴപ്പമില്ല, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആൾക്കാരൊക്കെ എണീറ്റ് വന്നോട്ടെ, ഞാനിപ്പോൾ ഒരു 1/2 മണിക്കൂർ അതിനും ഉണ്ടാക്കി തരാം പറഞ്ഞിട്ട് മഹേഷ് അടുക്കളയിലേക്ക് പോവാം. ദൈവമേ, ആദ്യം എന്താ സേമിയാണോ പാലാണോ ആദ്യം കാച്ചേണ്ടത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പെട്ടെന്ന് നമ്മുടെ മഞ്ജിമയുടെ സൗണ്ട് കേൾക്കുക. മഞ്ജിമേച്ചിയാണല്ലോ, ഇതാരോടെ ഈ സമയത്ത് സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് മഞ്ജിമയുടെ അടുത്തേക്ക് പതുക്കെ ചെല്ലുക. അപ്പോൾ ആ ഒരു അജിത്തിനായിട്ടായിരുന്നു മഞ്ജിമയുടെ കിന്നാരം. ഇത് കേട്ട് നമ്മുടെ മഹേഷ് ആണെങ്കിൽ, മഞ്ജിമേച്ചി ആരാ എന്നിങ്ങനെ ചോദിക്കണം. പെട്ടെന്ന് മഞ്ജിമ പെട്ടെന്ന് ഫോൺ കട്ടാക്കാണ്. എന്താടാ, നീ പേടിപ്പിച്ചോളല്ലോ? അല്ല, മഞ്ജിമേച്ചിയാണ് ഞങ്ങളെ പേടിപ്പിച്ചത്. ഇതെന്താ ഇവിടെ കിടന്ന ഒരു പരിങ്ങിക്കളി? എന്തൊരു വിളി? ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചത്? ഭർത്താവിനല്ല വിളിച്ചത്, വേറെ എന്തോ ഒരു ചുറ്റിക്കളിയാണ്. നീ പോടാ, അനാവശ്യം പറയാൻ നിൽക്കരുത്. സ്വന്തം പെങ്ങളെ സംശയിക്കുന്നു. ദേ ഇന്ന് വേണമെങ്കിൽ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിലെഴുതി വെച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെ പേരാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഭർത്താവിനെ വിളിക്കണമെങ്കിൽ എന്തിനാ മഞ്ജിമേച്ചി ഇവിടെ ടെറസിൻ്റെ മുകളിൽ വന്ന് മൂലക്കിരുന്ന് സംസാരിക്കുന്നത്? അതിൻ്റെ കാര്യമില്ലല്ലോ. എടാ, റൂമിൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത്. എൻ്റെ ദൈവമേ, എടാ മഹേഷേ, നീ എന്നാൽ എന്നോട് ഇങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ. സ്വന്തം പെങ്ങളെ സംശയിക്കുന്നവൻ. നാണക്കേട്. ആയിക്കോട്ടെ, ഞാനൊന്നും ചോദിച്ചുമില്ല, ഞാനൊന്നും പറഞ്ഞുമില്ല. മഞ്ജിമേച്ചി ഇവിടെ വന്ന് രഹസ്യമായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അവിടെ നിന്ന് പോവാണ്. മഹേഷ് പോയി കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ നേരെ റൂമിലേക്ക് കയറുക. മഞ്ജിമയ്ക്കാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ചു പോയി. അങ്ങനെ മഞ്ജിമ നേരെ ഈ അജിത്തിനെ വിളിക്കണം. അപ്പോൾ അജിത്ത് ഫോൺ എടുത്തിട്ട് ഒന്നും മിണ്ടാതിരിക്കണം. അയ്യോ പേടിക്കണ്ട, ഇത് ഞാനാണ് മഞ്ജിമനെ. അയ്യോ ആയിരുന്നോ? ഞാൻ പേടിച്ചു പോയി. ആരാണ് ആ ഫോൺ മേടിച്ചുകൊണ്ട് പോയത്? അതോ ഫോൺ മേടിച്ചുകൊണ്ട് പോയൊന്നുമില്ല, അതിൻ്റെ ചേട്ടനാണെന്നേ. ചേട്ടനാണേ ഭാര്യയ്ക്ക് വേണ്ടി പായസം ഉണ്ടാക്കി കൊണ്ടുവരേണ്ടിരിക്കുക. ഒരു പെൺകൊന്തന. ഇതൊക്കെ കാണുമ്പോൾ മഞ്ജിമയുടെ മനസ്സിൽ ആഗ്രഹം തോന്നുന്നില്ലേ? എന്താഗ്രഹം? അല്ല, സ്നേഹിക്കുന്ന പുരുഷൻ്റെ ഒപ്പം ഒന്ന് ചേർന്നിരിക്കാനും അയാളോട് സംസാരിക്കാനും ഒക്കെ മനസ്സിലൊരു പ്രണയം തോന്നുന്നില്ലേ എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയ്ക്ക് ഭയങ്കര നാണം. അങ്ങനെ പിന്നീട് നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഈ ചട്ടിയൊക്കെ എടുത്ത് അടപ്പത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇഷിത വരികയാണ്. അപ്പോൾ ഇഷിത പറഞ്ഞിട്ട്, ഞാൻ ചെയ്യാം മഹേഷേ. വേണ്ട, എന്തായാലും ഒന്നും ചെയ്യണ്ട മഹേഷ്, എനിക്കിപ്പോൾ പായസം കുടിക്കാനുള്ള മോഹമൊക്കെ മാറിയെന്നേ. ഈയടാ, പായസം കുടിക്കാനുള്ള മോഹം മാറിയെന്നോ? പായസം കുടിച്ചാൽ മതി, ഇനി അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. എങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കാം മഹേഷേ. മഹേഷ് ഇങ്ങോട്ട് മാറ്. അങ്ങനെ ഗ്യാസ് കത്തിച്ച് ചട്ടിയും വെച്ച് ഇച്ചിരി ഏലക്കയും നെയ്യും കശുവണ്ടി മുന്തിരിയൊക്കെ ഇട്ട് അങ്ങോട്ട് വഴട്ടുക. അപ്പം നമ്മുടെ മഹേഷ് അങ്ങനെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയെ ഒന്ന് കെട്ടിപ്പിടിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.